നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയായ രാത്രികാലങ്ങളിലെ പവർകട്ടിനെതിരെ പാലിശ്ശേരിയിൽ പ്രതിഷേധവുമായി CPIM. മെഴുകുതിരികൾ തെളിയിച്ചായിരുന്നു CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചത്. കർഷക തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി വില്ലേജ് സമ്മേളനം പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ ചെയർപേരിയ ഏരിയ സെക്രട്ടറി KC രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയായ രാത്രികാലങ്ങളിലെ പവർകട്ടിനെതിരെ പാലിശ്ശേരിയിൽ പ്രതിഷേധവുമായി CPIM. മെഴുകുതിരികൾ തെളിയിച്ചായിരുന്നു CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചത്. CPM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KN രാജൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. KK മോഹനൻ അധ്യക്ഷനായി. കർഷക സംഘം നേതാവ് CA രാജൻ, KSKTU സെക്രട്ടറി PP പവിത്രൻ, DYFI സെക്രട്ടറി MR അരുൺ, മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് സബിത കണ്ണൻ, CITU നേതാവ് TV മോഹനൻ, KG ബേബികുമാർ, CC കണ്ണൻ എന്നിവർ സംസാരിച്ചു. ഇത്രയും നല്ല സാക്ഷര കേരളത്തില് ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഊക്കി മേനോന്റെ സതീശന്റെ ഈ ഗവൺമെന്റ് 2 മാസമായിട്ട് സകല മേഖലകളിലും തീരെഴുതി കൊടുക്കുന്ന, സ്വകാര്യമായി തീരെഴുതി കൊടുക്കുന്നതിന്റെ ആരംഭമായിട്ടാണ് ഈ KNPനെ ഈ ലെവലിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിയതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രതീകാത്മകമായ സമരമാണ് ഇത്. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രാഞ്ച് അതിർത്തിയിൽ പോയിട്ട് നമ്മുടെ പാർട്ടി മെമ്പർമാരെയും അനുഭാവികളുടെയും നമ്മൾ പറഞ്ഞ കേൾക്കാവുന്ന സഖാക്കളുടെ വീടുകളിൽ ഒരു 10 മിനിറ്റെങ്കിലും കറണ്ട് ഓഫ് ചെയ്തുകൊണ്ട് ഈ ലൈറ്റ് മെഴുകുതിരിയോ ചിമ്മിനിയോ റാന്തലോ എന്തെങ്കിലും കത്തിച്ച് ഫോട്ടോയോ മറ്റേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ഡിസ്പ്ലേ ചെയ്ത് മറ്റു ചാനലിലേക്ക് ഇട്ട് ഗ്രൂപ്പുകളിലിട്ട് നവമാധ്യമങ്ങളിലിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി വില്ലേജ് സമ്മേളനം പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ ചെയർപേരിയ ഏരിയ സെക്രട്ടറി KC രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി KN രാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK മോഹനൻ, TV മോഹനൻ, CA രാജൻ എന്നിവർ സംസാരിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PM രഖിൽ, സെക്രട്ടറി PP പവിത്രൻ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. CBSE, SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ ഈ സമൂഹവും ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര ഭാരവാഹികളും ദൈവത്തിനോട് അടുപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരുക. എപ്പോഴും ദൈവികമായ ചിന്ത ഉണ്ടാകണമെന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ ചിലപ്പോ വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും. നമ്മൾ വിചാരിക്കും അവിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസമില്ലാത്ത ആളുകളെയാണ് അവിശ്വാസി എന്ന് പറയുന്നത്. പക്ഷെ അതാണ് അവന്റെ വിശ്വാസം. എപ്പോഴും ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. അവന്റെ ജന്മമെടുത്ത നാൾ മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കർമ്മ നിയോഗത്തിന്റെ കാലഘട്ടമാണ്. ട്രസ്റ്റ് പ്രസിഡന്റ് M രാമചന്ദ്രൻ അധ്യക്ഷനായി. ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിനി പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയൽദ പ്രസാദ്, M സുജിത് കുമാർ, ബീന ഉണ്ണികൃഷ്ണൻ, മോട്ടിവേറ്റർ CR ദിനേശ് കുമാർ, ട്രസ്റ്റ് സെക്രട്ടറി TN ബാലൻ, ട്രഷറർ K സുബിൻകുമാർ എന്നിവർ സംസാരിച്ചു. പെരുമ്പളിശ്ശേരി അന്ന സിൽക്സിൽ ഓണം മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിന് തുടക്കമായി. ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ചെറുപ്പിലെ ഇത്ര മനോഹരമായൊരു സ്ഥാപനം ഇത്രയും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുന്ന തുണിത്തരങ്ങൾ വളരെ വില കുറവിന് നമ്മൾ സാധാരണ മാർക്കറ്റായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്ന സിൽക്സിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് നല്ല സാധനം കൊടുക്കുന്നതാണ് നമുക്കറിവ്. നമ്മൾ എല്ലാവരും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. ഈ ഓണത്തോടനുബന്ധിച്ച് ഒരു മെഗാ സെയിൽസ് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല തരം ബ്രാൻഡ് തുണിത്തരങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒക്കെ നന്നായി ചിലവഴിച്ച് പോകാനും
വാങ്ങിക്കാനുള്ള ആളുകൾ നമ്മുടെ ചേർപ്പിലുണ്ട്. ചേർപ്പ് പഞ്ചായത്ത് അന്ന സിൽക്സിനെ സ്നേഹപൂർവ്വം വരവേറ്റ് കഴിഞ്ഞു. തുടർന്നുള്ള വർഷങ്ങളിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. ഞങ്ങളുടെ ഭാഗത്തും നിങ്ങൾക്ക് ഉണ്ടാവും. ഒത്തിരി നല്ല മികച്ച രീതിയിൽ ഈ ഓണം വളരെ നന്നാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നോക്കുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ജയശ്രീ ഷാജൻ, 2ാം വാർഡ് മെമ്പർ ബീന ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജിഷ ജേസൻ, ഷീബ ബൈജു, മാനേജർ PJ അൽജോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓണം മെഗാ ഫെസ്റ്റിന്റെ ഭാഗമായി ഓരോ 2500 രൂപയുടെ പർച്ചേസിനും 250 രൂപയുടെ ഫ്രീ പർച്ചേസ് കസ്റ്റമേഴ്സിന് ലഭിക്കും. ഓരോ 5000 രൂപയുടെ പർച്ചേസിന് 500 രൂപയുടെ ഫ്രീ പർച്ചേസ്, ഓരോ 10000 രൂപയുടെ പർച്ചേസിനും 1000 രൂപയുടെ സൌജന്യ പർച്ചേസും കസ്റ്റമേഴ്സിനായി അന്ന സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 63ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി വടംവലി മത്സരം നടന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സുധാ നമ്പ്യാർ അധ്യക്ഷയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപറമ്പിൽ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ KG ജിബിൻ, ട്രഷറർ TG ദാസൻ, സ്പോർട്സ് കൺവീനർ K ബാബുരാജ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശങ്കർജി എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി. മത്സരത്തിൽ ചെറുശ്ശേരി ടീം കോമ്പാറ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വല്ലച്ചിറ മനവഴി യുവജന സമിതിക്കാണ് 2ാം സ്ഥാനം. ചാത്തുകുളം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 3ാം സ്ഥാനവും സ്വന്തമാക്കി. വെങ്ങടിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പരിശീലനം തേടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം തുറന്നു. പാലക്കൽ വെങ്ങടിശ്ശേരി റോഡിലാണ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം ആരംഭിച്ചത്. പാചക പരിശീലനം നേടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത്. ഗീതാ ഗോപി MLA പ്രദർശന വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായിട്ടൊരു സ്ഥാപനമുണ്ട്. അതുകൂടാതെ തന്നെ ഈ സ്ഥല ഉടമ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റാൾ സംവിധാനം സ്വന്തം സ്ഥലത്ത് വിട്ടു തന്നപ്പോൾ തന്നെ ആ മനസ്സിന് ആ ഒരു മനുഷ്യത്വവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും നല്ല അടിപൊളി വറവ് സാധനങ്ങളാണ് ഓണത്തിന് ഒരുക്കിയിട്ടുള്ളത്. ശർക്കരപ്പേരി, 4 വറവ്, കായ വറുത്തത് എല്ലാതുണ്ട്. പിന്നെ അവരുണ്ടാക്കിയ അച്ചാറുകളുണ്ട്, കൊടപ്പുള്ളി, അതേപോലെ തന്നെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ അവരുടെ മാനസികമായിട്ട് ഉല്ലാസത്തെ വളരെയധികം ഡെവലപ്പ് ചെയ്യാനാണ് ഈ ഒരു പദ്ധതി ഇന്നിവിടെ അഡാപ്റ്റ് സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യர்களுം ഈശ്വരാനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തതായിരിക്കട്ടെ. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ്, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഭരതൻ, അഡ്വക്കേറ്റ് ലീന ജോസ്, അവണിശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജോജി എന്നിവർ സംസാരിച്ചു. വിവിധയിനം അച്ചാറുകൾ, പുട്ടുപൊടി, അരിപ്പൊടി, അവലോസ്, വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ കായ ചിപ്സ് എന്നിവ ആവശ്യമുള്ളവർക്ക് സന്ദർശിക്കാവുന്ന പ്രദർശന വിപണന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തുന്നൽ പരിശീലിക്കുന്നവരുടെ ഉൽപ്പന്നങ്ങളായ തുണിസഞ്ചി, ഏപ്രൺ, തലയണ കവർ, കിച്ചൺ ടവൽ എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ പൂന്തോട്ട പരിപാലനത്തിനുള്ള ഉൽപ്പന്നങ്ങളും പ്രദർശന വിപണന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് അഡാപ്റ്റീവ് സൊസൈറ്റി നടത്തിവരുന്നത്. ഉപഭോക്താക്കളെ സ്വീകരിക്കുക, ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക, വിൽപ്പന നടത്തുക, പണം വാങ്ങുക, ബാലൻസ് കൊടുക്കുക എന്നിവയെല്ലാം ഭിന്നശേഷി കുട്ടികൾ തന്നെ ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ ക്രയവിക്രയ ശേഷി ഉത്തേജിപ്പിച്ച് സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കാനാണ് ശ്രമമെന്ന് അഡാപ്റ്റീവ് പ്രസിഡന്റ് AV സണ്ണി പറഞ്ഞു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. 7 കമ്പനി പ്രദേശത്താണ് ഡെങ്കിപ്പനിക്കെതിരെ പ്രതിരോധം തുടങ്ങിയത്. ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ഫീവർ സർവേ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയത്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സൂര്യ ശോഭി, ഹെൽത്ത് ഇൻസ്പെക്ടർ AI മുഹമ്മദ് മുജീബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജോജു ജോൺ C, TM ലിനിത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KB അംബുജാക്ഷി, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ നഴ്സുമാരായ PD ആൻസി, MU ജയശ്രീ, ഷെറിൻ റാഫി, ആശാ വർക്കർമാരായ TC സുമിത, SR ഇന്ദുലേഖ, KR ഗിരിജ, VK നിബ, KP ഷിജി, NR ബീന, സ്റ്റെല്ല ഷാജു, നീതു തോമസ്, NA ആനി, KG രമ്യ, നീതു ജെയ്സൺ, വത്സല മോഹനൻ, AL ജെസി, AR റീന, KN അജിത എന്നിവർ ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചൊവ്വൂർ YMCAയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് മികവ് എന്ന പേരിൽ അനുമോദനം നൽകി. ചൊവ്വൂർ YMCA ഹാളിലായിരുന്നു
മികവ് ഒരുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 248 റാങ്ക് നേടിയ ചൊവ്വൂർ സ്വദേശി അരവിന്ദ് ഈശ്വരൻകുട്ടി മുഖ്യാതിഥിയായി. ചൊവ്വൂർ YMCA അദ്ദേഹത്തെ ഉപഹാരം നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ ചേർപ്പ് പഞ്ചായത്തിലെ CNN ഗേൾസ് ഹയർ സെക്കൻഡറി, CNN ബോയ്സ് ഹയർ സെക്കൻഡറി, ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ, ചേർപ്പ് ലൂർദുമാത ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി, ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി തുടങ്ങിയ സ്കൂളുകൾക്കൊപ്പം പ്രധാന അധ്യാപകരും ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. തുടർന്ന് ചൊവ്വൂർ YMCA വിമൻസ് ഫോറത്തിന്റെ 2ാം വാർഷികാഘോഷവും നടന്നു. YMCA തൃശൂർ സബ് റീജിയണൽ ചെയർമാൻ ജോബിൻസ് പീറ്റർ മുഖ്യ സന്ദേശം നൽകി. തൃശൂർ സബ് റീജിയൻ ചെയർമാനായി സ്ഥാനമേറ്റ ജോബിൻസ് പീറ്ററെ ചടങ്ങിൽ അനുമോദിച്ചു. PhD, ഡിഗ്രി, +2, SSLC പരീക്ഷകളിലും മറ്റു മേഖലകളിലും മികച്ച വിജയം നേടിയ പ്രതിഭകളും ചടങ്ങിൽ അനുമോദനം ഏറ്റുവാങ്ങി. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയ നേട്ടങ്ങൾ കൈവരിച്ച ചൊവ്വൂർ YMCA അംഗങ്ങളും അനുമോദനം ഏറ്റുവാങ്ങി. വേൾഡ് YMCA യൂത്ത് അഡ്വൈസറി ബോർഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജസ്മരിയ ആൻഡോ, തൃശൂർ സബ് റീജിയണൽ വൈസ് ചെയർപേഴ്സൺ ആലീസ് ജോബി എലിവത്തിങ്കൽ, YMCA ദേശീയ ഡയാലിസിസ് യോജന കമ്മിറ്റി അംഗം ജോസഫ് പുലിക്കൻ, YMCA ദേശീയ വിഷൻ ആൻഡ് മിഷൻ ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി അംഗം ഡോക്ടർ ജോബി ജോർജ് എലിവത്തിങ്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരള YMCA വുമൻസ് ഫോറം വിദ്യാഭ്യാസ സ്കോളർഷിപ്പായ വിദ്യാനിധിക്ക് അർഹയായ ആൻ മരിയ ബിജു സ്കോളർഷിപ്പ് തുകയായ 10,000 രൂപ ഏറ്റുവാങ്ങി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, പഞ്ചായത്ത് മെമ്പർ എൽവിയ ദേവസി, ചൊവ്വൂർ YMCA വൈസ് പ്രസിഡന്റ് ജോസ് ആൻഡോ, വിമൻസ് ഫോറം കൺവീനർ ലീന ലാസർ എന്നിവർ സംസാരിച്ചു. പനമുക്ക് വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രം വിഷുവേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തി നിർഭരമായ തുടക്കം. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് കമ്മിറ്റിയുടെ ആദരവും ധനസഹായ വിതരണവും. പനമുക്ക് വട്ടപ്പിന്നി ഭഗവതി ക്ഷേത്രം വിഷുവേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 2 വരെ നീണ്ടുനിൽക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച തുടക്കമായത്. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. രാവിലെ 5:30 ഗണപതി ഹോമം നടന്നു. തുടർന്ന് രാവിലെ 9 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി, മുങ്ങാരപ്പിള്ളി മധുസൂദനൻ നമ്പൂതിരി എന്നിവർ ആനയൂട്ടിന് കാർമ്മികരായി. വൈകിട്ട് 5 മണിക്ക് നടന്ന അവാർഡ് ദാനവും ചികിത്സാ ധനസഹായ വിതരണവും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വലിയാറുക്കൽ ഗ്രൂപ്പ് ദേവസ്വം ട്രസ്റ്റി M. സുധാകരൻ കർത്ത ക്യാഷ് അവാർഡ് വിതരണം നിർവഹിച്ചു. വിഷുവേല കമ്മിറ്റി പ്രസിഡന്റ് PK. കണ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി K. വേണു, ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, വിഷുവേല കമ്മിറ്റി ട്രഷറർ CS. സതീശൻ എന്നിവർ സംസാരിച്ചു. നെഹ്റു വള്ളംകളി മത്സരം തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സിനെ ഒഴിവാക്കാൻ വ്യാജ വാർത്തകൾ നൽകിയവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയണമെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ. തൃശൂർ ഓൺലൈൻ പ്രസ് ക്ലബിൽ ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓഗസ്റ്റ് 22-നാണ് നെഹ്റു വള്ളംകളി മത്സരം നടക്കുന്നത്. മത്സരത്തിന് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിന് ആഘോഷ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തൃശൂരിലെ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റിനെ ചർച്ചയ്ക്കായി ക്ഷണിച്ചിരുന്നു. കളക്ടർ ഷാജി വി നായർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. എന്നാൽ കൊട്ടേഷൻ ഉറപ്പിക്കുമെന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാൻ വ്യാജ വാർത്തകൾ നൽകിയവരുടെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയണമെന്ന് ഓസ്കാർ ഇവന്റ് CEO PS. ജനീഷ് അറിയിച്ചു. കൊട്ടേഷൻ ക്ഷണിച്ച് നിരവധി പേർ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മികച്ച രീതിയിൽ അവതരണ വീഡിയോ നൽകിയ ഓസ്കാർ ഈവന്റ്സും മറ്റൊരു കമ്പനിയുമാണ് അവസാന റൌണ്ടിലേക്ക് സംഘാടകർ ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. ഓസ്കാർ കൂടാതെയുള്ള കമ്പനി കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ MLA ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഓസ്കാർ ഈവന്റ്സിനാണെന്ന് പറഞ്ഞ് ചർച്ചയിൽ തർക്കമുണ്ടാക്കി. ഇതേ തുടർന്ന് കമ്മിറ്റി ഒന്നടങ്കം അവരെ എതിർത്ത് യോഗത്തിൽ നിന്നും പുറത്തുപോകാനും ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ഓസ്കാറിനെതിരെ വാർത്ത നൽകിയത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. അവരെ യോഗത്തിൽ നിന്ന് പുറത്താക്കിയത് വള്ളംകളി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. തുടർന്ന് ഓസ്കാർ മാത്രമേ പരിഗണനയ്ക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ഇതേ കമ്പനി മുൻപ് നടന്ന ഇവന്റുമായി ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിക്കുന്നത്. ആവശ്യമായ അനുമതി പത്രങ്ങൾ സമാഹരിച്ച് സംഘാടകർ പറയുന്നതിനനുസരിച്ച് നടത്തിക്കൊടുക്കുക എന്ന ചുമതല മാത്രമാണ് ഈവന്റ് കമ്പനിക്കുള്ളത്. ഓസ്കാർ ഈവന്റിന്റെ പ്രവർത്തനങ്ങൾ തടയുന്നതിലൂടെ 40ഓളം കുടുംബങ്ങളുടെ ജീവനോപാധിയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഉമാ തോമസ് MLAയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിർഭാഗ്യകരമാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി വരെ ഏറ്റെടുത്തതാണ് ഓസ്കാർ ഈവന്റ് കമ്പനി. കമ്പനിയുമായുള്ള ബിസിനസ്സിൽ കുറച്ചുകാലമായി തുടരുന്ന അകറ്റി നിറത്തിൽ ഉപേക്ഷിക്കണമെന്നും ഓസ്കാർ ഈവന്റ് CEO PS. ജനീഷ് ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ നിരഞ്ജനും പങ്കെടുത്തു.
അപ്പോൾ അവരുടെ റിക്വയർമെന്റ് മൃദംഗ വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ റിക്വയർമെന്റ് എന്തായിരുന്നു വെച്ചാൽ മെയിൻ സ്റ്റേജിൽ അവര് ഉദ്ഘാടനത്തിന് മെയിൻ സ്റ്റേജ് ഒരു 60ഓളം ആർട്ടിസ്റ്റുകൾ ഡാൻസ് കളിക്കുന്ന ഒരു സ്റ്റേജും അതിന്റെ തൊട്ട് താഴെയായി അവർക്ക് ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സബ് സ്റ്റേജും വേണം എന്നുള്ളൊരു റിക്വയർമെന്റാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഞങ്ങൾ സ്റ്റേജൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്തു. അതിനുശേഷം ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന നിലവിളക്ക് കത്തിക്കുന്ന പരിപാടി ഗ്രൗണ്ടിന്റെ നടുക്ക് ദിവ്യ ഉണ്ണി ഡാൻസ് കളിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ഈ നിലവിളക്ക് വെക്കണം. ആ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അവരുടെ ഇത് പ്രകാരം ഞങ്ങൾ നിലവിളക്ക് പരിപാടിക്ക് ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മളോട് നിലവിളക്ക് വെക്കുന്നത്. എല്ലാവരും സെറ്റായതിനു ശേഷം നിലവിളക്ക് വെക്കാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഈ ഗ്രൗണ്ടിൽ നിലവിളക്ക് വെക്കാൻ പാടില്ല, ഇവിടെ വെക്കാൻ പാടില്ല എന്ന് GCDയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആളുകളും ഒന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഞങ്ങൾ സംഘാടകരോട് ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ നിലവിളക്ക് സബ് സ്റ്റേജിലേക്ക് വെച്ചോളൂ, അവിടെ നിലവിളക്ക് കത്തിക്കൽ അവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ നേരത്തെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ കയ്യിലുള്ള ക്യൂ മാനേജേഴ്സ് ഞങ്ങൾ ഫ്രണ്ടിലൊരു ബാരിക്കേഡ് പോലെ വെച്ചു. പരിപാടി സ്റ്റാർട്ടായി. ഇത്തിരി കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാമൻ വരുന്നത്. വന്ന് കഴിഞ്ഞ് പരിപാടി തുറന്നു തൊട്ടുമ്പോ മാം വന്ന് അവിടെ ഇരുന്ന് രണ്ടാമതും അവിടുന്ന് എണീച്ച് മിനിസ്റ്ററിലേക്ക് പോകുന്ന നേരത്താണ് മാമിനെ ഈ പറയുന്ന ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്നത്. പരമപാവന ദിനമായ ഗുരുപൂർണിമ നാരായണാശ്രമ തപോവനത്തിൽ ഈ മാസം 29-ന് ഭക്തി നിർഭരമായി ആചരിക്കും. പ്രത്യക്ഷപാത പൂജയോടെയാണ് ബുധനാഴ്ച ഗുരുപൂർണിമ ആചരിക്കുക. ഗുരുപാദ പൂജയ്ക്ക് ശേഷം മഠാധിപതി സ്വാമി ഭൂമാനന്ദ തീർത്ഥരിൽ നിന്ന് ബ്രഹ്മചാരിണി നമ്രത സ്വരൂപ സന്യാസ ദീക്ഷ സ്വീകരിക്കും. 34 വർഷത്തിനു ശേഷമാണ് അതിപവിത്രമായ ചടങ്ങ് ആശ്രമത്തിൽ നടക്കുന്നത്. സന്യാസ ദീക്ഷയ്ക്ക് ശേഷം സദ്ഗുരു സാന്നിധ്യ എന്ന പുസ്തക പ്രകാശനം നടക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥർ ഗുരുപൂർണ സന്ദേശം നൽകും. ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലാണ് പ്രവചനം നടക്കുക. ബുധനാഴ്ച രാവിലെ 8:15 നടക്കുന്ന ഭജനകളോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായി നിരവധി പേരാണ് ആശ്രമത്തിൽ നടക്കുന്ന ആചരണത്തിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ളത്. ഗുരുപൂർണിമ ചടങ്ങിന്റെ ഭാഗമായി 7 ദിവസം നീണ്ടുനിൽക്കുന്ന ആദിവാസീയ ശിബിരം ഓഗസ്റ്റ് 1 മുതൽ 8 വരെ നടക്കും. പെരുമ്പളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ തിരുവോണോട്ട് ഈ മാസം 30-ന് വ്യാഴാഴ്ച നടക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമാകും. മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം എന്നിവയാണ് നടക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രസാദകൂട്ട് വിതരണം ചെയ്യും. വൈകിട്ട് നിർമ്മാല, ചുറ്റുവിളക്ക് സമർപ്പണവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രം, പെരുമ്പിളിശ്ശേരി, പൂത്തറയ്ക്കൽ, ചേർപ്പ്. ഫോൺ നമ്പർ 8943703399 9633531374. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിയായ രാത്രികാലങ്ങളിലെ പവർ കട്ടിനെതിരെ പാലിശ്ശേരിയിൽ പ്രതിഷേധവുമായി CPIM. മെഴുകുതിരികൾ തെളിയിച്ചായിരുന്നു CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിഷേധിച്ചത്. കർഷക തൊഴിലാളി യൂണിയൻ പാലിശ്ശേരി വില്ലേജ് സമ്മേളനം പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്നു. കർഷക തൊഴിലാളി യൂണിയൻ ചെയർപേരിയ സെക്രട്ടറി KC രമേശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.